പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ഈശോയിൽ സ്നേഹമുള്ളവരെ, അവിശ്വാസത്തെ ഇന്നത്തെ സുവിശേഷം അത് പ്രതിനിധീകരിച്ച് പറയുന്നതിൽ കമ്പയർ ചെയ്ത് പറയുന്നത് മണൽപ്പുറത്ത് ഭവനം പണിതവൻ, വിശ്വാസത്തെ പാറപ്പുറത്ത് ഭവനം പണിതവൻ. നമ്മളിന്ന് ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമുക്ക് ദൈവം അനുഗ്രഹം തരാൻ തയ്യാറാണ്. അത് നമ്മുടെ വിശ്വാസം ദൈവ തിരുമനസ്സിനോടൊപ്പം ചേർന്ന് വരുമ്പോഴാണ്. അബ്രാഹത്തേക്ക് ദൈവം പരീക്ഷിച്ചില്ലേ, അതുപോലെ നമുക്ക് ഇവിടെ ഈ തീർത്ഥാടനം നടത്തുമ്പോഴും ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു വിശ്വാസി ദുരാചാരങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ ദൈവം നോക്കുന്നുണ്ട്, ഇവൻ എന്താ ചെയ്യുന്നത്, എന്നെ സ്നേഹിക്കുന്നുണ്ടോ, എൻ്റെ കൂടെ നിന്നാണ് ഇവൻ ബലിയർപ്പിക്കുന്നത്. ഇങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ. അവിശ്വാസം വിശ്വാസം, വിശ്വാസത്തിൻ്റെ ഉന്നതമായ പ്രാർത്ഥനയായ ഈ സമയത്ത് നമുക്ക് അവിശ്വാസത്തിൻ്റെ ഒരു കണിക പോലും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കട്ടെ. കാരണം അനുഗ്രഹം നമ്മുടെ കൺവെട്ടത്തുണ്ട്, അത് നമ്മിലേക്ക് വരാൻ അധികം താമസമില്ല. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ആ അനുഗ്രഹം നമ്മിലേക്ക് വന്നു ചേരും. അതുകൊണ്ട് നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പണത്തിൽ പങ്കുചേരാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവേ, അങ്ങേ ദാസരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികളാൽ അങ്ങയെ പ്രീതിപ്പെടുത്താൻ പ്രാപ്തിയില്ലാത്ത ഞങ്ങളുടെ കർത്താവായ അങ്ങേ പുത്രന്റെ മാതാവിൻ്റെ മാധ്യസ്ഥ്യത്താൽ രക്ഷിക്കപ്പെടുമാറാകട്ടെ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. അത് നിത്യജീവൻ ലഭിക്കാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാനിരിക്കുന്നവർക്ക് ഒരു മാതൃകയാകത്തക്ക വിധം പാപികളിൽ ഒന്നാമനായ എന്നിൽ അവൻ്റെ പൂർണ്ണമായ ക്ഷമ പ്രകടമാക്കുന്നതിന് വേണ്ടിയാണ്. യുഗങ്ങളുടെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നെന്നും ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ ദാസരെ അവിടത്തെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. കർത്താവിന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് സകല ജനങ്ങളുടെയും മേൽ വാഴുന്നു. അവിടുത്തെ മഹത്വം ആകാശത്തിനു മീതെ ഉയർന്നിരിക്കുന്നു. കർത്താവിൻ്റെ നാമം എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യനായി ആരുണ്ട്? അവിടുന്ന് ഉന്നതത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അവിടുന്ന് കുനിഞ്ഞ് ആകാശത്തെയും ഭൂമിയെയും നോക്കുന്നു. അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ ചാരക്കൂനയിൽ നിന്നും ഉദ്ധരിക്കുന്നു. കർത്താവിൻ്റെ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശ്യനാണെന്ന് ഞാൻ വ്യക്തമാക്കാം. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് സദൃശ്യനാണ് അവൻ. വെള്ളപ്പൊക്കമുണ്ടാവുകയും ഒഴുക്ക് അതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു. എന്നാൽ ആ വീടിനെ ഇളക്കാൻ കഴിഞ്ഞില്ല. എന്തെന്നാൽ
അത് ബലിഷ്ഠമായി പണിയപ്പെട്ടിരുന്നു. വചനം കേൾക്കുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഉറപ്പില്ലാത്ത തറമേൽ വീട് പണിതവന് തുല്യൻ. ജലപ്രവാഹം അതിന്മേൽ ആഞ്ഞടിച്ചു, ഉടനെ അത് നിലം പതിച്ചു. ആ വീടിൻ്റെ തകർച്ച വലുതായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗം ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. രണ്ടാമത്തെ ഭാഗത്തിൽ പാറപ്പുറത്ത് ഭവനം പണിതവൻ, മണൽപ്പുറത്ത് ഭവനം പണിതവൻ. ഇത് ഹൃദയത്തിൻ്റെ രണ്ടവസ്ഥകളാണ്. അങ്ങനെ ഒന്ന് ധ്യാനിച്ച് നോക്കിക്കേ. വചനമുള്ള ഹൃദയം, വചനമില്ലാത്ത ഹൃദയം. വളരെ അക്ഷരാർത്ഥത്തിൽ ഏതെങ്കിലും വചനം ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ടോ? ബൈഹാർട്ട് ഹൃദയസ്ഥമാക്കിയിട്ടുണ്ടോ? വചനമുള്ള ഹൃദയം, വചനമില്ലാത്ത ഹൃദയം. അപ്പോൾ എപ്പോഴും ചീത്ത വാക്കുകൾ, മനുഷ്യർക്ക് ഗുണകരമല്ലാത്ത വർത്തമാനങ്ങൾ പറയുന്ന അങ്ങനത്തെ അവസ്ഥയാണോ, അല്ലെങ്കിൽ വചനം ഉള്ളിലുള്ള അവസ്ഥയാണോ? അങ്ങനെ നമുക്ക് ധ്യാനിക്കാം വേണമെങ്കിൽ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. പത്രോസ് നീ പാറയാണ്, അല്ലെ, പത്രോസിനോട് പറയരുത് ഈശോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നീ ജീവനുള്ള ക്രിസ്തുവാണെന്ന് പറഞ്ഞതുകൊണ്ടാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലാണ്. 16-ാം അധ്യായം 18-ാം വാക്യത്തിലാണ് നീ പാറയാണ്, നിൻ്റെ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു അവസ്ഥ അവിടെ ഉണ്ടായി. പിന്നീട് 23-ാമത്തെ വാക്യത്തിൽ സാത്താനെ നീ മാറി നിൽക്കൂ എന്ന് പറയുന്നുണ്ട്, ദൂരെ പോവും. അത് ഈശോയുടെ ഇഷ്ടപ്രകാരമല്ലാത്തൊരു വർത്തമാനം അവിടെ പറഞ്ഞു. നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഒരേ സമയം തന്നെ രണ്ടവസ്ഥകൾ കണ്ടോ? ഒരു ഹൃദയത്തിൻ്റെ അവസ്ഥ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ അത് നീ ക്രിസ്തുവാണെന്ന് പറഞ്ഞത് അത് പിതാവായ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്നതാണ് എന്ന് ഈശോ പറയുന്നുണ്ട്. അപ്പോൾ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. ഉള്ളിൽ എന്താണ് ചിന്തിക്കുന്നത് അതാണ് പുറത്തേക്ക് വന്നത്. അപ്പോൾ ഈ പാറപ്പുറം, മണൽപ്പുറം, ഇത് രണ്ടും ഒന്ന് ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് ഈ പാറപ്പുറം, എന്താണ് ഈ മണൽപ്പുറം? പിശാച് നിലയുറപ്പിക്കുന്ന സ്ഥലമാണ് മണൽത്തിട്ട എന്ന് വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. അതിന് മുൻപത്തെ വചനം ഇങ്ങനെയാണ്: അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ഇത് മറിയത്തെ സൂചിപ്പിക്കുന്ന വചനഭാഗമാണ് വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം. അപ്പോൾ ആ സ്ത്രീ എന്ന് പറയുന്നത് മറിയത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. നമ്മളിപ്പോൾ ലോകത്തിൽ സാത്താനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക, മല്ലിട്ടുകൊണ്ടിരിക്കുക, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടും വിശ്വാസത്തിൽ നിന്ന് വലിച്ച് താഴെയിടാൻ പിശാച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം, അവൻ വാതിക്കൽ തന്നെ പതിയിരിപ്പുണ്ട്. നന്മ ചെയ്യുന്നില്ലെങ്കിൽ തിന്മ വാതിക്കൽ തന്നെ പതിയിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഏതു നേരവും പ്രലോഭനങ്ങൾക്ക് അടിപ്പെട്ടു പോകുന്നുണ്ട്. ഒരു നന്മ നമ്മിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു തിന്മയും വരുന്നുണ്ട്. ഇത് നമ്മുടെ അവസ്ഥയാണ്, നമ്മളിത് മനസ്സിലാക്കണം. അപ്പം സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ അപ്പം ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. അപ്പോൾ പിശാച് നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ് മണൽപ്പുറം, മണൽത്തിട്ട. അങ്ങനെ വേണമെങ്കിൽ നമുക്കൊന്ന് ധ്യാനിച്ച് നോക്കിയാൽ കുറച്ച് നമുക്കൊരു ആത്മീയ സന്ദേശം നമുക്കത് ലഭിക്കും. മണൽത്തിട്ട എന്താണ്? പിശാച് കിടന്ന് അർമാദിക്കുന്ന സ്ഥലമാണ്. അങ്ങനെയുള്ള ചില മേഖലകളുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു,
തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഈ സർപ്പം എങ്ങനെ അറിഞ്ഞു ദൈവം പറഞ്ഞ കാര്യം? അപ്പം സർപ്പത്തിൻ്റെ പ്ലാൻ നോക്കിക്കേ. സർപ്പം കൃത്യമായിട്ട് കുറിക്കുകൊള്ളുന്നൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം കേൾക്കാൻ നിന്നുകൊടുത്തത് ഹവ്വയാ. ആദം കൂടെ ഇല്ല. അതായത് ഒറ്റയ്ക്ക് നടന്നത്, ഒറ്റയ്ക്ക് പോയി സർപ്പത്തോട് സംവദിച്ചത്, സർപ്പത്തോട് സംസാരിച്ചത്, മറുപടി പറഞ്ഞു. അപ്പോൾ സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിലെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുകയോ പോലുമോ അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, നിങ്ങൾ മരിക്കുകയില്ല. ഇത് ദൈവം പറഞ്ഞ കാര്യം അതേപടി തന്നെ സ്ത്രീക്ക്, ഹവ്വയ്ക്ക് സർപ്പത്തോട് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ചില കാര്യങ്ങൾ, ചില രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ ചുമ്മാ അങ്ങ് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു കുരുത്തക്കേടിലേക്ക് പെടുന്ന അവസ്ഥകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നമ്മളത് ധ്യാനിക്കണം. ചിലപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ സർപ്പം നേരെ വന്ന് ഹവ്വയോട് സംസാരിക്കുകയാണ്. നമുക്കിപ്പോൾ ഫോണുണ്ട് ആളുകളോട് സംസാരിക്കാൻ, വീട്ടിൽ ഫോൺ കയ്യിലുണ്ട്. ചില ആളുകൾ ചോദിക്കും, കുത്തി ചോദിക്കും ചില രഹസ്യങ്ങൾ. മകൻ്റെ കാര്യം എന്തായി, മകളുടെ കാര്യം എന്തായി, ഇങ്ങനെ കുത്തി ചോദിക്കും. അപ്പോൾ വീട്ടിൽ ബാക്കിയുള്ളവർ ജോലിക്ക് പോയവരൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടാവും, വീട്ടിലിരിക്കുന്ന കുറച്ച് പേരുണ്ടാവും. അവരുടെ കയ്യിൽ നല്ല അടിപൊളി ഫോണും ഉണ്ട് ഇപ്പം. അപ്പോൾ നന്നായിട്ട് അങ്ങനെ പറയാം. അവർക്ക് ചോദിക്കേണ്ടത് എങ്ങനെയെന്നറിയാം, കാര്യങ്ങളൊക്കെ, രഹസ്യങ്ങളൊക്കെ എങ്ങനെ അറിയേണ്ടതെന്ന് അവർക്കറിയാം. അപ്പം ഇവരിങ്ങനെ പറയും, എല്ലാം പറയും. അതങ്ങനെയാണ്, അവനങ്ങനെയാണ്, അവൻ അത് ചെയ്യാണ്, ഇത് ചെയ്യാണ്, നല്ലൊരു കാര്യം വന്നിട്ടുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും, ആരോടും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പോലും പറയും. അപ്പോൾ അവർക്കുള്ളിലൊരു അസൂയ വരും, നമ്മൾ രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് ഓർത്ത്. അപ്പോൾ മണൽപ്പുറം ഏതാണ്? ഫോൺ ഒരു മണൽപ്പുറത്തിൻ്റെ മേഖലയായി മാറാൻ സാധ്യതയുണ്ട്. ഫോൺ അൺനെസസറി ടോക്സ്, വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ ചോദിക്കും, നമുക്കൊരു ബോധമില്ലാതെ പലതും ഇങ്ങനെ പറഞ്ഞു പോകും. ചില മെസ്സേജുകൾ വിവാഹേതര ബന്ധങ്ങൾക്ക് വഴിതെളിച്ചിട്ടില്ലേ? ചില ഷെയറിങ്ങുകൾ, എനിക്കിവിടെ ഭയങ്കര സങ്കടമാണ്, സങ്കടമാണോ, എങ്കിൽ ഞാൻ പരിഹരിക്കാം എന്നൊക്കെ പറയുന്ന വിധത്തിൽ ചില സന്ദേശങ്ങൾ കൈമാറിയത്, അത് മണൽപ്പുറമായി പോയിട്ടില്ലേ? എത്ര തകർന്നടിഞ്ഞു പോയിട്ടുണ്ട് ചില കുടുംബ ബന്ധങ്ങൾ. ചില പ്ലാനുകൾ, മകൻ വിദേശത്ത് പോകേണ്ട കാര്യമായിരുന്നു, പക്ഷെ അമ്മ വീട്ടിലിരുന്ന് നാട്ടുകാരോട് മൊത്തം പറഞ്ഞതിൻ്റെ പേരിൽ അവൻ്റെ വിദേശ യാത്ര മുടങ്ങിപ്പോയിട്ടുണ്ട്. ഒരു കല്യാണം വന്നങ്ങ് ആലോചന വന്നതേ ഉള്ളൂ, എല്ലാവരോടും പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ വിവാഹാലോചനകൾ മുടങ്ങിപ്പോയിട്ടില്ലേ? അങ്ങനെ തകർന്നു പോയ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഒന്ന് ധ്യാനിച്ച് നോക്കിക്കുക. അപ്പോൾ മണൽപ്പുറം എന്താണ്? പറുദീസയിൽ ഹവ്വയ്ക്ക് പറ്റിയതാണ്. അത് ആദത്തിൻ്റെ കൂടെ അവിടെ എങ്ങനെ ഇരുന്നാൽ പോരായിരുന്നോ? വെറുതെ അങ്ങനെ ഉലാത്താൻ ഇറങ്ങിയതാ. പറുദീസയിൽ അങ്ങനെ ഉലാത്താൻ ഇറങ്ങി ഒറ്റക്ക് അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴും സർപ്പം വന്നു. സർപ്പം ആളെ ഒറ്റക്ക് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. ചോദ്യം ചോദിച്ചു. ദൈവം പറഞ്ഞ കാര്യങ്ങൾ, രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ, അതെല്ലാം വെളിപ്പെടുത്തി കളഞ്ഞു. അതാണ്. ഇനിയും ഇളയ മകൻ വീട്ടിൽ തിരിച്ചു വന്നു. ധൂർത്തപുത്രൻ്റെ കഥയിൽ മൂത്ത മകൻ അത് ഇഷ്ടപ്പെട്ടില്ല. മൂത്ത മകൻ വയലിലായിരുന്നു, ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അവൻ ഒരാളോട് കാര്യം തിരക്കി. നേരെ വീടിനകത്തേക്ക് കയറി ചെന്നിട്ട് ഇളയവൻ വന്നതിന് സന്തോഷപൂർവ്വം അപ്പനോടൊപ്പം സന്തോഷിക്കേണ്ടതിന് പകരം അവൻ വേലക്കാരനെ വിളിച്ചു. അത് ലൂക്ക 15:26-27 വേലക്കാരൻ പറഞ്ഞു, നിന്റെ സഹോദരൻ വന്നിട്ടുണ്ട്, ഒരു കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അത് കേട്ട ഉടനെ അടുത്ത വചനം, അപ്പോൾ അവൻ കോപിച്ച് വീട്ടിൽ കയറാൻ വിസമ്മതിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു കുനിഷ്ഠ വർത്തമാനം പറയുന്ന ആളോട് തന്നെ പോയി കാര്യങ്ങൾ തിരക്കി. ഏഷണി കയറ്റുന്ന ഒരാളോട് തന്നെ, കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആളോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അയാൾ നന്നായിട്ട് അങ്ങ് കുത്തിത്തിരിപ്പുണ്ടാക്കി. അപ്പോൾ വേലക്കാരനോട് ചോദിച്ചത്, വേലക്കാരനോട് ആയിരുന്നില്ല ചോദിക്കേണ്ടത്, അത് മണൽപ്പുറമാണ്. മണൽപ്പുറം ധ്യാനിച്ച് നോക്കിക്കേ, എത്ര മണൽപ്പുറങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ തകർന്നടിയാൻ പിന്നെ വേറെന്തെങ്കിലും വേണോ? മണൽപ്പുറങ്ങൾ. ഇനി യൂദാസ് ഈശോയുടെ കൂടെ ഉള്ളയാളല്ലേ. അപ്പോൾ ഒരു പാപിനി വന്ന് കാല് കഴുകി, അല്ലെ തൈലാഭിഷേകം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായമാണ്. അതിലും 6-ാമത്തെ വാക്യത്തിൽ യൂദാസ് പറയുകയാണ്, അത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കായിരുന്നില്ലേ, വെറുതെ അത് പാഴാക്കി. അതിൽ പറയുന്നുണ്ട്, അവനത് പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല, പണസഞ്ചി അവൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പം അവൻ്റെ സംസാരം, അവൻ്റെ ചിന്തകൾ,
മണൽപ്പുറത്തിൻ്റെ ചിന്തകളാണ്. അതുകൊണ്ട് അവൻ ഈശോയുടെ കൂടെ ഇരിക്കുമ്പോൾ ഈശോയെ ഇപ്പോൾ വരാം, ഞാനിപ്പോൾ വരാം ഈശോയെ എന്ന് പറഞ്ഞ് അവൻ പോയിട്ട് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 14-ാം വാക്യത്തിൽ അവൻ വെറ്റ് വെച്ചിട്ട് വന്നിരിക്കുക. വെറ്റ് വെച്ചിട്ട് അവൻ പിന്നെയും വന്ന് ഈശോയുടെ കൂടെ ഇരുന്നു. 27-ാം അധ്യായത്തിൽ അവന് പശ്ചാത്താപം ഉണ്ടായി. പക്ഷെ അവരുടെ അടുക്കൽ ചെല്ലും, ഞാൻ തെറ്റിയത് പോയി. അപ്പം അവർ പറയും ഞങ്ങൾക്കെന്ത്, അത് നിന്റെ കാര്യം. ഇത് കേട്ടപ്പോൾ ആരുമില്ല, പിന്നെ ഈശോയുമില്ല. ഉള്ള ഈശോയെയും കളഞ്ഞു, പിന്നെ വെച്ച ടീമും ഉപേക്ഷിച്ചു, പിന്നെ കെട്ടിഞ്ഞാന്ന് ചത്തു. അതാണ് മണൽപ്പുറം. മണൽപ്പുറങ്ങളിലൂടെ നടക്കരുത്. മണൽപ്പുറങ്ങളിലൂടെ നടന്നിട്ട് ജീവിതം നശിപ്പിച്ച് കളയരുത്. വിശ്വാസത്തിൻ്റെ കാര്യത്തിലാകട്ടെ, ഭൗതിക ജീവിതത്തിൻ്റെ കാര്യത്തിലാകട്ടെ, പഠന മേഖലയാകട്ടെ, കുടുംബജീവിതത്തിൻ്റെ കാര്യമാകട്ടെ, മണൽപ്പുറങ്ങളിലൂടെ നടക്കരുത്. അവിടെ പിശാച് നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ്. പിശാച് നോക്കിയിരിക്കുകയാണ്. എന്നാൽ പാറപ്പുറങ്ങളിലൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഡിസിപ്ലിൻ ഇല്ലേ? നമുക്ക് നല്ല ഡിസിപ്ലിനുണ്ട്. നമുക്ക് കത്തോലിക്ക വിശ്വാസ ജീവിതമുണ്ട്. അപ്പോൾ ചില ഡിസിപ്ലിൻ ഇല്ലാത്ത ജീവിതം, കൗദാശ സ്വീകരണത്തിന് പോലും നമുക്ക് ഇപ്പോൾ ബർമൂടെ കൊടുത്ത് കുമ്പസാരിക്കാൻ വരിക, സ്കാഫൊന്നും ഇടാതെ കുമ്പസാരിക്കാൻ വരിക, ചെറിയ വസ്ത്രങ്ങളും കണിഞ്ഞ് കുർബാനിൽ പങ്കുചേരുക, നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. പക്ഷേ ലോകത്തിൻ്റെ അരൂപി കയറ്റിവെച്ചു സെക്കുലറൈസേഷൻ. ആത്മീയ കാര്യത്തിൽ സെക്കുലറൈസേഷൻ കയറ്റിവെച്ചു. അത് മണൽപ്പുറമാണ്. നമ്മൾ അറിയാതെ കയറി വരുന്ന മണൽപ്പുറമാണ്. ദൈവം ചെയ്തത് പക്ക സ്പിരിച്വൽ കാര്യമാണ്. ഈശോയെ നമുക്ക് വേണ്ടി വിട്ടുതന്നത് അത് ലോകത്തിൻ്റെ കാര്യമാണോ? ഇനി ഈശോ വരാൻ വേണ്ടി മറിയത്തെ ഒരുക്കിയത് അത് ലോകത്തിൻ്റെ കാര്യമാണോ? അത് ദൈവികമായ കാര്യമാണ്. ഈ ദൈവിക കാര്യം നമ്മളിവിടെ ആചരിക്കുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെ കാര്യങ്ങൾ കയറ്റിവെച്ചിട്ടില്ലേ? ഫോൺ ഉപയോഗിക്കുക, ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക, കുർബാന സമയം കാൽവരി കുരിശിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ ഫോട്ടോ എടുക്കുമോ? ആ കിട്ടിയ ഈശോയെ നമ്മൾ പ്രയോജനപ്പെടുത്താനേ നോക്കുള്ളൂ. ആ രക്തസ്രാവക്കാരി ഈശോ നടന്നു പോകുമ്പോൾ വസ്ത്രത്തിൽ തൊട്ടിട്ട് ഈശോയെ പ്രയോജനപ്പെടുത്തിയത് കണ്ടോ? ബർത്തമിയോസ് ഈശോ പോകുമ്പോൾ അന്ധൻ അവന് കാണാൻ പറ്റുന്നില്ല, ദാവീദിന്റെ പുത്ര യേശുവേ എന്ന് വിളിച്ച് പ്രയോജനപ്പെടുത്തിയത് കണ്ടോ? പന്നിക്കൂട്ടി കിടന്നപ്പോൾ അവർ മനസ്സിലായി എൻ്റെ അപ്പനാണ് ഇനി എനിക്ക് സ്വത്ത് എന്ന് മനസ്സിലാവൻ തിരിച്ചു വന്ന് അപ്പനെ പ്രയോജനപ്പെടുത്തിയത് കണ്ടോ? ലോകത്തിൻ്റെ അരൂപി കയറ്റിവെച്ചവൻ തിരിച്ച് ദൈവത്തിൻ്റെ അരൂപിയിലേക്ക് വന്നു. അതുകൊണ്ട് കൂദാശ കാര്യങ്ങളിൽ ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ പോയത് അത് മണൽപ്പുറത്ത് നടക്കുന്നതിന് തുല്യമാണ്. ഇനി തെറ്റായ ബന്ധങ്ങൾ, തെറ്റായ വിവാഹേതര ബന്ധങ്ങൾ, തെറ്റായ പ്രണയങ്ങൾ, അതിലൂടെ എത്ര അബോർഷൻ സംഭവിച്ചിട്ടുണ്ട്. മണൽപ്പുറത്തൂടെ നടന്നുകൊണ്ടല്ലേ പിശാച് കയറി വിരകിയത്. ഇനി ലഹരി വസ്തുക്കളുടെ ഉപയോഗം, വീട്ടുകാർ പ്രാർത്ഥിച്ച് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അവരുടെ പ്രാർത്ഥനയെങ്കിലും ഒന്ന് കുറച്ചു കൊടുക്കാൻ പറ്റിയോ? അങ്ങനെ മണൽപ്പുറങ്ങളിലൂടെ ലഹരി വസ്തു തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിട്ടും മദ്യലഹരി. അപ്പൊ പിന്നെ മണൽപ്പുറമല്ലാതെ എന്താ? മണൽപ്പുറത്തിലൂടെ നടന്നു കഴിഞ്ഞാൽ തകർന്നടിഞ്ഞ് വീഴും. മണൽപ്പുറത്തിൽ ഭവനം പണിയരുത്. ഇനി ചീത്ത കൂട്ടുകെട്ടുകൾ. ഇപ്പോഴും വഴിവക്കിലിരിക്കുന്ന ചില ചേട്ടന്മാരൊക്കെ ഉണ്ട്, വീടിയും വലിച്ച് അങ്ങനെ ഇരിക്കുന്ന ചേട്ടന്മാർ. അവര് പണ്ടും അങ്ങനെ ഇരുന്നതാ. അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു PSC പരീക്ഷ എഴുതാനുള്ള നിർദ്ദേശം പോലും ഉണ്ടായിട്ടില്ല, രക്ഷപ്പെട്ടിട്ടില്ലെന്നർത്ഥം. അപ്പൊ കൂട്ടുകെട്ടുകൾ, നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടായിട്ടുള്ളവര് ഇന്ന് പല മേഖലകളിലും രക്ഷപ്പെട്ട് കയറിയിട്ടുണ്ട്. ചീത്ത കൂട്ടുകെട്ടുകൾ അത് മണൽപ്പുറമാണ്. ഇനി എല്ലാം തുറന്നു പറയുന്ന സ്വഭാവം, എല്ലാം ഇങ്ങനെ പറയുക. ഒരു ലോല ഹൃദയൻ, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത്. നമ്മൾ അവനൊരു ലോലൻ, എല്ലാം തുറന്നു പറയും. എല്ലാം ഒരു തുറന്ന പുസ്തകം പോലെ. രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ ഉള്ളിൽ തന്നെ വെച്ചിരുന്നെങ്കിൽ, ഒരു പാറ പോലെ ഉറച്ചു നിന്ന് ജീവിച്ചിരുന്നെങ്കിൽ, മണൽപ്പുറം പോലെ വഴുവഴുപ്പ്, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, തോന്നിയതുപോലെ അങ്ങനെയൊക്കെ പെരുമാറിപ്പോയത് ഇപ്പം തോന്നുന്നത് ഇപ്പോഴത്തെ കാര്യം. അങ്ങനതുപോലെ ജീവിച്ചിട്ട് എത്ര കെണികളിൽ പെട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇന്നത്തെ ഒരു വിശുദ്ധ ക്രിസോസ്റ്റം, അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥം സ്വർണ്ണ നാവുള്ളവൻ എന്നാണ്. അദ്ദേഹം നല്ല പ്രഘോഷകനായിരുന്നു, സ്വർണം പോലെ. അങ്ങനെ കളിപ്പീരൊന്നുമല്ല, കർത്താവിൻ്റെ സ്വർണ്ണ നാവുള്ളവൻ. അങ്ങനെ തനി സ്വർണം, ഗോൾഡ് കവർ അല്ല. പ്രിയ ദൈവപൈതലൻ, നീ കർത്താവിന് മുമ്പിൽ നിന്ന് ബലിയർപ്പിക്കുമ്പോൾ നീ കർത്താവിൻ്റെ തനി സ്വർണ്ണമാണോ? നീ സ്വർണ്ണമാക്കി തന്ന നിന്നെ മാമോദീസയിലൂടെ, കുംഭസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ വിവാഹത്തിലൂടെ നിനക്ക് സ്വർണ്ണമാക്കി തന്ന നിന്റെ നിറമെങ്ങനെ മങ്ങിപ്പോയി? നീ എങ്ങനെ ക്ലാവ് പിടിച്ചതുപോലെയായി? നീ എങ്ങനെ ഇങ്ങനെ ഗോൾഡ് കവറിങ് ചെയ്തതുപോലെയായി? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ.
നമ്മളല്ലേ അന്തസ്സ് കളഞ്ഞത്? നമ്മളല്ലേ കത്തോലിക്ക ഡിസിപ്ലിൻ നശിപ്പിച്ചത്? കത്തോലിക്ക ഡിസിപ്ലിനിലുള്ള കാര്യങ്ങൾ എന്താ? സിലബസിലുള്ള കാര്യങ്ങൾ എന്താ? ഞായറാഴ്ച ആചരണം, കൂടെ കൂടെ കുമ്പസാരം, കുർബാന സ്വീകരണം, കുടുംബ പ്രാർത്ഥന, വിശുദ്ധ ഗ്രന്ഥം വായിക്കൽ, കൽപ്പനകൾ പാലിക്കൽ. ഈ സിലബസ് ഫോളോ ചെയ്യാതെ ദുരാചാരങ്ങളൊക്കെ ചെയ്ത ചരട് കെട്ടിയും താഴുപൂട്ടിയും തൂവാല കെട്ടിയും നമുക്കിഷ്ടമുള്ളതൊക്കെ ചെയ്ത് അങ്ങനെ പോയിട്ടല്ലേ, ആ ഡിസിപ്ലിൻ കളഞ്ഞിട്ടല്ലേ നമ്മളിങ്ങനെ മണൽപ്പുറത്ത് ഭവനം പണിതുപോലെ ആയിപ്പോയത്. പ്രാർത്ഥിച്ചിട്ടും കിട്ടുന്നില്ല, ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ, എന്ന് നിരാശ, വെറുതെ പള്ളിപ്പോയത് മിച്ചം, ഉള്ളിൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കാത്തത് കൊണ്ട്. നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതെല്ലാം തിരുത്തപ്പെടട്ടെ. മണൽപ്പുറങ്ങളിൽ നിന്ന് പാറപ്പുറങ്ങളിലേക്ക് ചേക്കേറട്ടെ. ജീവിതത്തിൽ മാറ്റമുണ്ടാകട്ടെ. പിശാചിനെ വഴിയൊരുക്കി കൊടുക്കാതെ പിശാചിനെ വഴി ഉപേക്ഷിച്ച് കർത്താവിൻ്റെ വഴിയിലേക്ക് വരട്ടെ. തിന്മകൾ എന്നെ വളഞ്ഞിടുമ്പോൾ, എന്നും പ്രലോഭനങ്ങളേറുമ്പോൾ, ഏകനായി നിന്നു തളർന്നിടുമ്പോൾ, ദിവ്യകാരുണ്യമാണെന്നാശ്രയം. തിന്മകൾ എന്നെ വളഞ്ഞിടുമ്പോൾ, എന്നും പ്രലോഭനങ്ങളേറുമ്പോൾ, ഏകനായി നിന്നു തളർന്നിടുമ്പോൾ, ദിവ്യകാരുണ്യമാണെന്നാശ്രയം. അപ്പമായി ഇന്നീ അൾത്താരയിൽ വന്നു വാഴും സ്വർഗരാജനീശോ. നിത്യജീവൻ്റെ അപ്പമായ ഈശോയെ ഉള്ളിൽ കൊണ്ട് നടന്നത് നഷ്ടപ്പെടുത്താതെ കുരിശിൻ്റെ ചുവട് വരെയൊക്കെ കൊണ്ടു നടന്ന് മടിയിലേക്ക് ഈശോയുടെ ശരീരം വാങ്ങി പൊന്നുപോലെ ഈശോയെ സംരക്ഷിച്ച് നടന്ന് പാറ പോലെ ഈശോയുടെ കൂടെ ഉറച്ചു നിന്ന പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങൾക്ക് ഇന്ന് ഈ തീർത്ഥാടനം നടത്തുമ്പോൾ അതുപോലെ പാറ പോലെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ, വചനാധിഷ്ഠിത ജീവൻ നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. സമർപ്പിക്കുന്നു എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. പ്രിയ സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാണിക്കകൾ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്താൽ പ്രകാശിതമായ ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃകയാൽ അങ്ങയുടേതായവ എപ്പോഴും അന്വേഷിക്കുവാനും സംരക്ഷിക്കുവാനും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടി ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നിയ അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു.
ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവും ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞുമകയും വിണ്ടലമോ ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റും ധന്യരുമായി ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ
പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുവരെ അങ്ങേ മരണങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഖായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ
നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാണേ എങ്ങളിൽ കനിഞ്ഞമേണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാണേ എങ്ങളിൽ കനിഞ്ഞമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാണേ ഞങ്ങൾ സമാധാനമേകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്കൊന്ന് കരമൊന്ന് ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കർത്താവെ, കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു നൽകണമേ. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ അഭിഷേകത്തിൽ ഞങ്ങളെ പങ്കുചേർക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും വർഷിക്കപ്പെടണമേ. ദൈവമേ, സമാധാനം നൽകണമേ. സ്വസ്ഥത ഉണ്ടാകട്ടെ, ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ, ദൈവം തൊടുന്ന അനുഭവം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, രക്ഷയുടെയും വിശ്വാസത്തിൻ്റെയും കൂദാശ സ്വീകരിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തെ ഭക്തിപൂർവ്വം അനുസ്മരിക്കുന്ന ഞങ്ങളെ അമ്മയോടൊപ്പം സ്വർഗീയ സ്നേഹത്തിലും പങ്കാളികളാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിൽ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ